കനത്ത മഴയെ തുടർന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വിമാന സർവീസ് വൈകുന്നു. പുലർച്ചെ 4:30 ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് സർവീസ് നടത്താനായില്ല. 3:30 ദുബായിൽ നിന്നും എത്തിയ എമിറേറ്റസ് വിമാനം ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് പിന്നീട് കൊച്ചിയിൽ ഇറങ്ങിയത്. ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിമാന സർവീസ് വൈകുന്നു എന്നുള്ള വാർത്തയാണ്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിമാനങ്ങൾ വൈകുന്നു. കാലാവസ്ഥ പ്രതികൂലമായതിനെ തുടർന്നാണ് ഇത്. ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനമടക്കം വൈകുന്നു. ഒപ്പം ദുബായിൽ നിന്നും എത്തിയ എമിറേറ്റസ് വിമാനം ബംഗളൂരുവിലേക്ക് തിരിച്ചുവിട്ട ശേഷം ആണ് പിന്നീട് കൊച്ചിയിൽ ഇറങ്ങിയത്. ജിജീഷ് ഉണ്ട്. ജിജീഷ്, ഈ മഴ ശക്തമാകുന്നു. കഴിഞ്ഞ മണിക്കൂറുകളൊക്കെ തന്നെ ജിജീഷ് ലൈവ് നിൽക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഈ മഴ ഉള്ളത്. അപ്പോൾ ഇത് വിമാന സർവീസിനെ സാരമായി ബാധിച്ചു എന്നാണ് പറയാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? തുടരുകയാണ്. പുലർച്ചെ 4:30 ദുബായിലേക്ക് പുറപ്പെടേണ്ട വിമാനത്തിന് സർവീസ് നടത്താനായിട്ടില്ല. ഒപ്പം തന്നെ 3:30 ദുബായിൽ നിന്നെത്തിയ എമിറേറ്റ്സ് വിമാനം ബംഗളൂരിലേക്ക് തിരിച്ചുവിട്ട ശേഷമാണ് പിന്നീട് കൊച്ചിയിൽ ഇറങ്ങിയത്. നേരത്തെയും കഴിഞ്ഞ ദിവസങ്ങളിലും കനത്ത മഴയെ തുടർന്ന് പല വിമാന സർവീസുകളും റദ്ദാക്കേണ്ടതും വൈകുന്നതുമായ ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ ആലുവ അടക്കമുള്ള മേഖലകളിൽ കനത്ത മഴ രൂക്ഷമായ ഒരു വെള്ളക്കെട്ടിന് കൂടി വഴിവെച്ചിരിക്കുകയാണ്. പല ഭാഗത്തും ഇടിമിന്നലോട് കൂടിയ മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാൽ പുലർച്ചെയെല്ലാം അർദ്ധരാത്രിയിലെല്ലാം നല്ല മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരുന്നത്. 2 മണിയോടെയാണ് മഴ തുടങ്ങിയത്. ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് സമീപത്തുള്ള റോഡിലും ഒപ്പം തന്നെ കടയിലുമെല്ലാം വെള്ളം കയറി. കമ്പനിപ്പടിയിൽ നിന്ന് തുരപ്പ് ഭാഗത്തേക്ക് പോകുന്ന ആ റോഡും വെള്ളത്തിലാണ്. പെരിയാറിൽ ജലനിരപ്പിൽ കാര്യമായി മാറ്റമില്ല. അത് വലിയൊരു ആശ്വാസമായി തന്നെ നിൽക്കുന്നു. എന്നാൽ മഴ കനത്തു തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണെങ്കിൽ പെരിയാറിൽ ജലനിരപ്പ് സ്വാഭാവികമായും ആ പരിസരങ്ങളില്ലെങ്കിൽ പെരിയാറിന്റെ തീരങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത്തരം സാഹചര്യങ്ങളിൽ കൂടുതൽ ജാഗ്രതയോടെ നിലനിൽക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് അന്ന് പോവുകയും ചെയ്യും. കാരണം മുമ്പും ഇത്തരത്തിൽ തുടർച്ചയായി മഴ പെയ്യുന്ന സമയത്ത് പെരിയാറിലെ ജലനിരപ്പ് വലിയ തോതിൽ തന്നെ ഉയരുകയും ചെയ്തിരുന്നു. അങ്ങനെ മഴ കനത്ത് തുടരുന്നു. പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട്, ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ചില മേഖലകളിൽ ജില്ലയുടെ പല മേഖലകളിൽ ഉണ്ടാകുന്നുണ്ട്. ഒപ്പം തന്നെയാണ് വിമാന സർവീസുകളും റദ്ദാക്കിയിരിക്കുന്നത്. കാലാവസ്ഥ അനുകൂലമാവുന്നത് അനുസരിച്ചായിരിക്കും ഈ സർവീസുകൾ പുനരാരംഭിക്കുക. രജനി, ശരി. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കൊച്ചിയിൽ വീണ്ടും മഴ തുടരുകയാണ്. വിമാന സർവീസിന് വരെ ബാധിച്ചിരിക്കുകയാണ് മഴ. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.